എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LP-UP പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 100 ദിവസത്തെ കർമ്മ പരിപാടിയിലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് LP-UP പരീക്ഷകളിലെ ആ 15 മാർക്കിന്റെ മാത്സിലെ മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ആണ് കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് എന്നതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ്. ആദ്യമായിട്ട് ഈ പരീക്ഷ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്ന സമയത്ത് ആ മാത്സിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് സിലബസ് പഠിക്കണോ, SCERT പഠിക്കണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് വെട്ടാൻ ആദ്യം വൃത്തിയായിട്ട് പഠിക്കണം. വെട്ടിപ്പടിച്ച് നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പതിയെ പതിയെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ന്യൂനസംഖ്യകൾ, കൃത്യംഗ സംഖ്യകൾ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ആദ്യത്തെ 6 മാസം നിങ്ങൾ പഠിക്കുവാൻ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മക്കളെ നമ്മൾ വെട്ടാൻ പഠിക്കുവാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. 27 × 49 × 39 × 15 ഡിവൈഡഡ് ബൈ 7 × 9 × 13 × 5 × 10 × 9 വില എത്ര എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട പരിപാടി, താഴെയും മേളിലും കിടക്കുന്ന സംഖ്യകളിലെ ഏതെങ്കിലും കോമൺ സംഖ്യയുടെ ഗുണിതങ്ങൾ പിടിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് വേണ്ടേ, ഇവിടെ നോക്കുമ്പോൾ മക്കളെ താഴെ ഒരു 5 കിടപ്പുണ്ട്, മേളിൽ ഒരു 15 കിടപ്പുണ്ട്. രണ്ടുപേരും 5ന്റെ ഗുണിതങ്ങളല്ലേ, അപ്പൊ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3. അത് കഴിയുമ്പോൾ ആ മുകളിൽ കിടക്കുന്ന 27ഉം താഴെ കിടക്കുന്ന 9ഉം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 9 കൊണ്ട് വെട്ടാം. എടാ 9 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 9 കൊണ്ട് ഹരിക്കുക. 9നെ 9 കൊണ്ട് ഹരിച്ചാൽ 1, 27നെ 9 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് വരും. ആ മുകളിൽ കിടക്കുന്നതാണ്ട ഈ 3ഉം കൂടെ ഗുണിച്ചാൽ 9 അല്ലേ. ആ 9ഉം താഴെ കിടക്കുന്ന 9ഉം കൂടെ വെട്ടിക്കളയാം. താഴെ കിടക്കുന്ന 7ഉം മേളിൽ കിടക്കുന്ന 49ഉം കൂടെ 7 കൊണ്ട് വെട്ടാം. 7 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 7 കൊണ്ട് ഹരിക്കുക. 7നെ 7 കൊണ്ട് ഹരിച്ചാൽ 1, 49നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് വരും. താഴെ കിടക്കുന്ന 13ഉം മേളിൽ കിടക്കുന്ന 39ഉം കൂടെ 13 കൊണ്ട് വെട്ടാം. കാരണം രണ്ടുപേരും 13ന്റെ ഗുണിതങ്ങളാണ്. 13 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 13 കൊണ്ട് ഹരിക്കുക. 13നെ 13 കൊണ്ട് ഹരിച്ചാൽ 1, 39നെ 13 കൊണ്ട് ഹരിച്ചാൽ 3. ഇനി മുകളിലുള്ളത് 7ഉം 3ഉം താഴെ ഉള്ളത് 10ഉമാണ്. രണ്ടുപേരും ഈ താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല, കാരണം കോമൺ സംഖ്യയുടെ മൾട്ടിപ്പിൾ അല്ല. ഗുണിച്ചു വെക്കുക. 7ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 21 വരും. താഴെ ഡിവൈഡഡ് ബൈ 10 കൊണ്ട് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സംഖ്യകൾ വെട്ടിപ്പടിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഭംഗിയായിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ആഴത്തിലുള്ള അറിവ് നേടിയെടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കാവുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും വെട്ടിപ്പടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം.